എന്നുള്ളതാണ്. കെ രാജൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ രാജൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ഞാൻ ചോദിച്ചത് ഈ മന്ത്രിയും MP അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ മേഖലയിൽ എത്തിയപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? രാത്രി മന്ത്രി അടക്കം രാത്രി വൈകിയാണ് എത്തിയെങ്കിൽ പോലും കളക്ടർ ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥർ തന്നെ രാത്രി അവിടെ എത്തിയിരുന്നു മാഡം. അവരൊക്കെ ഈ പ്രദേശം കണ്ടിട്ട്, ഈ അപകട സാധ്യത കണ്ടിട്ട്, ഇനിയും ഒരു ശക്തമായ മഴ പെയ്താൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത്, അവരെന്താണ് പറഞ്ഞത്? ഒരു നിലവിൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ പൂർണ്ണമായ സംരക്ഷണം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മന്ത്രി ഇന്നലെ തന്നെ അവിടെ രാത്രി സൂചിപ്പിച്ചിട്ടുള്ളത് മാഡം. പൂർണ്ണമായി സംരക്ഷിക്കും. താങ്കൾക്ക് വിശ്വാസമുണ്ട് അല്ലേ? അപ്പോൾ ഈ ക്യാമ്പിലുള്ള ജനങ്ങളുണ്ടല്ലോ, മറ്റാളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ സ്വാഭാവികമായും ഈ പ്രദേശത്തേക്ക് മടങ്ങി എത്താനുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷേ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീ കൃഷ്ണമൂർത്തി സൂചിപ്പിച്ചതുപോലെ അവർ സ്വന്തം വീട്ടിലേക്കല്ലാതെ, ആകെയുള്ള ഈ ഒരു ഭൂമിയിലേക്കല്ലാതെ എവിടേക്ക് മടങ്ങും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നോ? അവരുടെ ഒരു ആശങ്ക ഏത് തരത്തിലാണ്? അവർ നിലവിൽ അവർക്ക് ആ കോളനി എന്ന് പറഞ്ഞിട്ട് 4 സെന്റ് കോളനിയാണ്. 4 സെന്റ് കോളനിയാണ് അവർ അത്രയും ആളുകൾ അവിടെ തെങ്ങി പാർക്കുന്നത്. അവർക്ക് തിരിച്ചു വരാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ട്. കാരണം ജീവിതത്തിന്റെ ഭാഗത്തു നിന്നും അവർ അന്തിമ ഘട്ടത്തിലേക്ക് വരുന്ന ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും അവരവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ രേഖകളും ഇതെല്ലാം അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ അതിന് ഒരു പരിഹാരം ബന്ധപ്പെട്ട ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ ഇപ്പോ ആ പ്രദേശത്തുണ്ടോ? ഈ അപകടം നടന്ന പ്രദേശത്തുണ്ടോ? ഇപ്പൊ അവിടെ ഞാൻ രാത്രി തന്നെ മടങ്ങി പോന്നിരുന്നു. ഏതായാലും രാവിലെ ഞാനവിടെ എത്താനുള്ള തിരക്കിലാണ് ഇപ്പോ. ഈ ബിജുവിന്റെ സന്ധ്യയുടെ ഒക്കെ കുടുംബത്തോടൊക്കെ ഇന്നലെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരുടെയൊക്കെ വലിയൊരു ആഘാതത്തിലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഇന്നലെ അല്ലായിരുന്നു. അതെ. ഈ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചൊക്കെ താങ്കൾ അത് നേരിട്ട് കണ്ടിരുന്നോ? രക്ഷാപ്രവർത്തനമൊക്കെ എല്ലാവരും വളരെ ആത്മാർത്ഥ, കാരണം നാട്ടുകാരടക്കം, അടിമാലി ഫയർഫോഴ്സ് അടക്കമുള്ള, അടിമാലി പോലീസ് അടക്കമുള്ള മുഴുവൻ ആളുകളും അതിനകത്ത് ഒറ്റ മനസ്സോടുകൂടി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഒരു 5-6 മണിക്കൂർ കൊണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനം ഒരു പരിധി വരെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഈ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ നേരത്തെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളതിനാൽ തന്നെ ഈ മണ്ണിടിഞ്ഞ വാർത്ത പുറത്തേക്ക് എത്താൻ അല്പം വൈകിയോ? വൈകി. ഈ സമയത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യവുമായിരുന്നു അല്ലേ? ഭയങ്കരമായ ഗുണം കിട്ടി, അനുഗ്രഹം കിട്ടി. കാരണം മഴയും കൂടെ പെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ അവിടെ വലിയ ദുരന്തം ഉണ്ടായേനെ. കാരണം മുഴുവൻ വലിയ ഒരു മലയാണ് ഇടിഞ്ഞ് താഴത്തേക്ക് പോകുന്നത്. ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ വെള്ളം ഒലിച്ച് മുഴുവൻ മണ്ണും വെള്ളം ഒലിച്ചിറങ്ങി ആ വീടുകളുടെ മുഴുവൻ ഭാഗത്തേക്കും പോകും. അപ്പൊ അങ്ങനെ വലിയ ദുരന്തം. ഇപ്പൊ നിലവിൽ സന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീ മണ്ണിന്റെ അടിയിൽ ഇതിന്റെ അടിയിൽ കിടന്ന് തന്നെ നമുക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥ നമുക്ക് സംഭവിക്കുമായിരുന്നു. ഈ സന്ധ്യയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് താങ്കൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ രാജഗിരി ഹോസ്പിറ്റലാണെന്ന് വിവരം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നമുക്ക് രാവിലെ നമുക്ക് ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ശരി, ശ്രീ കെ രാജൻ, ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഈ സന്ധ്യയുടെ ആരോഗ്യനിലയെക്കുറിച്ച് രാജൻ സംസാരിക്കുകയായിരുന്നു. പുതിയ അപ്ഡേറ്റ്സ് ഒന്നും അവർക്ക്, ആ പ്രദേശവാസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? രാജഗിരി ആശുപത്രിയിൽ ഇപ്പോൾ സന്ധ്യയുടെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. സന്ധ്യ അബോധാവസ്ഥയിൽ അല്ല എന്നാണ് ആശുപത്രി ഡോക്ടർമാർ അറിയിക്കുന്നത്. കാലിന്റെ പരിക്ക് ഗുരുതരമാണ്. അത് ചെറിയൊരു വെല്ലുവിളിയാണ്. കാലിന്റെ പരിക്ക് അല്പം ഗുരുതരമുള്ള പൾസ് കിട്ടുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും കാലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്തക്കുഴലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടാകാം നിഗമനത്തിലാണ് ഇപ്പോൾ ആശുപത്രി ഡോക്ടർമാരടക്കം എത്തിക്കുന്നത്. തലച്ചോറിന് ക്ഷതമുണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇപ്പോ ആന്തരിക പരിക്കുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിരിക്കുകയാണ്. രാവിലെ 5:15 സന്ധ്യയെ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഈ ഭർത്താവ് മരിച്ച വിവരം സന്ധ്യ അറിയിച്ചിട്ടില്ല. എന്തായാലും സന്ധ്യക്ക് ബോധമുണ്ട്. ഗുരുതര കാലിലേക്കുള്ള രക്തക്കുഴലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാകാം ഈ പൾസ് ലഭിക്കാത്തതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിലല്ല സന്ധ്യ എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ഇനി ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ, ആന്തരികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ എന്നൊക്കെ
പരിശോധിച്ചു വരികയാണ്. രാവിലെ 5:30 തന്നെയാണ് സന്ധ്യനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാർ സന്ധ്യയുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആര്യ. യെസ്, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ധ്യയുടെ കാലുകൾക്ക് ഗുരുതരമായ പരുക്ക് ഏറ്റിട്ടുണ്ട്. കാലിലെ രക്തക്കുഴലിന് ക്ഷതം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും സന്ധ്യയെ ഇപ്പോൾ ഒരു ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ കെ രാജൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാജൻ, ഈ കുടുംബത്തെ താങ്കൾക്ക് വ്യക്തിപരമായി അറിയാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമുക്കറിയാം, വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് ആ ഒരു സങ്കടക്കടലിൽ നിന്ന് അവർ കരകയറി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വലിയ ദുരന്തം, ഒരു തീരാ നോവ് ആ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത്. അതെ അതെ അതെ. എങ്ങനെയായിരുന്നു ഈ മകന്റെ അസുഖം, ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ കുടുംബം ഒരുപാട് ദുഃഖം അനുഭവിച്ചിരുന്നു അല്ലെ? ഒരുപാട് ദുഃഖം അനുഭവിച്ചു. കാരണം സാമ്പത്തികമായി വലിയ ഒരു പിന്നോക്കാവസ്ഥയുള്ള കുടുംബമായതുകൊണ്ട് തന്നെ അവര് അതിന്റെ ചികിത്സയിലേക്ക് എത്താൻ വേണ്ടി കൂടുതലധികം പണം കണ്ടെത്തി. പക്ഷെ ഒരു വർഷം മുമ്പ് തന്നെ ബിജുവിന്റെ മകൻ മരണപ്പെട്ടിട്ടുള്ളത്. എത്ര വയസ്സുള്ള മകനായിരുന്നു? 25-26 വയസ്സ് കാണുമായിരിക്കും. കുറച്ചധികം കാലമായി അസുഖബാധിതനായി ചികിത്സയും ഒക്കെയായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നോ? ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും കരകയറുന്ന സമയത്താണ് ഈ അച്ഛനും ബിജുവും മരണപ്പെട്ടിട്ടുള്ള ആ കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് ആഴ്ത്തിരിക്കുന്നത്. അതെ. ആ ഘട്ടത്തിലുണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളോടൊക്കെ പങ്കുവെച്ചിരുന്നോ ബിജു? അങ്ങനെ ഒരു പങ്കുവെക്കലുണ്ടെങ്കിൽ പോലും അടുത്ത നാട്ടുകാരുടെയൊക്കെ ജനപ്രതിനിധികളുടെ സഹായം കൊണ്ട് ആ കുടുംബത്തിന്റെ ആ മരണപ്പെട്ട ബിജുവിന്റെ മകന്റെ ചികിത്സ രീതിയിലേക്ക് മാറുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്യാമ്പിൽ ഉള്ള പ്രദേശവാസികളുടെയൊക്കെ അടുത്ത ഒരു നടപടി അല്ലെങ്കിൽ അവരുടെ ഒരു നീക്കം എന്താണ്? ഈ ഒരു അപകട സാധ്യത നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടും മറ്റ് ശാസ്ത്രീയപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊന്നും കടക്കാത്തൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ അവർ ആ ഒരു പരാതി ഉന്നയിച്ചിരുന്ന ഘട്ടത്തിൽ തന്നെ ഒരു വലിയ ദുരന്തം കൂടി വന്ന സാഹചര്യത്തിൽ അവർ ഇനി പ്രതിഷേധിക്കാനാണോ തീരുമാനം? എന്താണ് അവരുടെ ഒരു നീക്കം? നിലവിൽ അവിടെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ലഭ്യമായിട്ടില്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് അവർക്ക് ഒരു പുനരധിവാസം ചെയ്യാനുള്ള ഒരു ഇടപെടലിലേക്ക് വേണ്ടി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഇന്ന് നമുക്ക് കാണുന്നുണ്ട്. ശ്രീ കെ രാജൻ, സ്വാഭാവികമായും ഇപ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രമായിരിക്കില്ലല്ലോ അങ്ങനെയെങ്കിൽ ആ ഭീഷണി ഉണ്ടാവുക. അപ്പോൾ സമാനമായ അപകട ഭീഷണി നേരിടുന്ന മറ്റു പ്രദേശങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടാവില്ലേ? ഉണ്ട്. അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇതൊരു തുടക്കം എന്ന നിലയ്ക്ക് മാത്രമാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി ഉള്ളത് കൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടെ 6 മൈൽ മുതൽ നേര്യമംഗലം പാലം മുതൽ ഇതുപോലെ തന്നെ മണ്ണില്ലെങ്കിൽ പോലും വലിയ മരങ്ങളാണ് റോഡ് സൈഡിൽ നിൽക്കുന്നത്, വലിയ മരങ്ങൾ. ആ സംഭവം മാറ്റാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായിട്ട് പോലും റവന്യൂ ഭാഗത്തുനിന്ന് പോലും എതിർപ്പും ഗവൺമെന്റ് ഭാഗത്ത് എതിർപ്പുള്ളത് കൊണ്ട് ഏത് നിമിഷവും നമുക്ക് ഒരു വലിയൊരു അപകടം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന. ഈ ശാസ്ത്രീയമായി ഈ വിഷയത്തെ എങ്ങനെ നേരിടാം, പരിഹരിക്കാം എന്നതിനെ കുറിച്ച് നിങ്ങളൊക്കെ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുകയോ മറ്റോ ചെയ്തിരുന്നോ? NH സംരക്ഷണ സമിതി നമ്മളെല്ലാവരും കൂടി ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അടിമാലി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു NH സംരക്ഷണ സമിതി എടുത്തിരുന്നു. ആ വലിയൊരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏത് രൂപത്തിൽ നിർമ്മാണ പ്രവൃത്തി ഉണ്ടാവണം, അതിന് വീതി കൂട്ടണം, അവിടെ റോഡിന്റെ സൈഡിലുള്ള വൻ മരങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റിക്കൊണ്ട് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് കാലേക്കുട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അപേക്ഷകളും പരാതികളൊക്കെ നൽകിയിട്ടുള്ളത്. വലിയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിലാണ് നമ്മൾ അടിമാലി നാഷണൽ ഹൈവേ ഉപരോധ സമരം വരെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഈ മഴ മാറി നിന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിന് അത് ഗുണകരമായി എന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു. പക്ഷെ അപ്പോഴും 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ദുഷ്കരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ വൈദ്യുതി ഇല്ലാതിരുന്നത് വലിയൊരു പ്രതിസന്ധിയായി. അതിനപ്പുറം ഈ രക്ഷാപ്രവർത്തകർ നേരിട്ട വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ശ്രീ കെ രാജൻ? അവിടെ വൈദ്യുതി ഇല്ലാത്ത, വെളിച്ചമില്ലാത്തതിന്റെ വലിയൊരു ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ അടിമാലി ഫയർഫോഴ്സിന്റെ ഒരു ഇടപെടൽ കൂടി പെട്ടെന്ന് വെട്ടം എത്തിച്ചു. ആ വെട്ടത്തിലാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോയത്.